ഇവരെന്തൊക്കെ നേരത്തെ പഠിപ്പിച്ചുവോ അതിൽ നിന്നൊക്കെ മാറി. നിങ്ങൾക്ക് തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചുള്ള പഴയ ഒരു പ്രസംഗം, ആ പ്രസംഗം ഒന്ന് വെച്ച് തരാ. AP ഉസ്താദിന്റെ പ്രസംഗം അത് ഈ സമയത്ത് പ്രസക്താണ്. ഇത് വിശദമായി നമ്മൾ കുന്നമംഗലം ഭാഗത്ത് പറയുന്നുണ്ട്. ഇന്ന് അതിൽ ഇതൊക്കെ ഒരു സൂചനയാണ്, ഒരു സൂചന മാത്രം ഇന്ന് തരാം. തബ്ലീഗിനെ കുറിച്ച് പറഞ്ഞത് വെക്ക്. തബ്ലീഗ് സംഘം അതിങ്ങനെ നല്ല വിവാദത്തിലേക്ക് ക്ഷണിക്കുന്ന പാർട്ടിയാണല്ലോ എന്ന് പറഞ്ഞ തബ്ലീഗിൻ്റെതാ ഞാനിപ്പം വായിച്ചത്. അള്ളാന്റെ റസൂലിനെ ഓർക്കാൻ പാടില്ല. ഇനി ഏത് മണ്ണാങ്കട്ടയാ ഓർക്കാന്നാ ഞാൻ ചോദിക്കണില്ല, പണ്ടുള്ളവരൊക്കെ ചോദിക്കല്, ഞാനങ്ങനെ ചോദിക്കണില്ല. നമുക്ക് ചോദിക്കാൻ പാടില്ല, അങ്ങനെ അവര് അങ്ങനെ ലഫ്ള് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ പണ്ട് പലരും അങ്ങനെ ചോദിക്കലുണ്ടല്ലോ, ചോദിക്കാൻ പറ്റിയതാണ്. റസൂലുള്ളാഹിനെ അല്ലാതെ ഈ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോ പിന്നെ ആരെയാ ഓർക്കേണ്ടത്? ഓ മഹാനരായ നബിയെ. അപ്പോ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് അവരുടെ ആശയം പഴച്ചതാണ്. അവര് അല്ലാഹുവിന്റെ പ്രത്യേകമായ അധികാരങ്ങളെ ചോദ്യം ചെയ്തവരാണ്. ഒരു ചോദ്യം ചെയ്ത പോലെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ റസൂലുള്ളാഹിക്ക് പറഞ്ഞ കാര്യം അറിയും. ഇതിനൊക്കെ ചോദ്യം ചെയ്തവരാണ്. അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിനെ ഓർക്കാൻ പാടില്ല എന്ന് പറയുന്നവരാണ് എന്നൊക്കെ ലേഖനം എഴുതി പ്രസംഗിച്ച് ഇവിടെ സമസ്തയുടെ പ്രമേയം തന്നെ പാസാക്കി. മാത്രല്ല മറ്റുള്ള ആളുകൾ, ഇപ്പൊ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഉപരി രാഷ്ട്രീയ രംഗത്തുള്ള ആളാണ്, പലരും കാണും. അപ്പൊ അവിടെ ഏതെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടിയാൽ അത് വെച്ച് സിറാജിൽ വാർത്തയാക്കുന്നവർ, സിറാജിൽ ഒരു വാർത്ത വെച്ചു കൊടുക്ക്. തബ്ലീഗ് ജമാഅത്തിലും യുവജന നേതാവ് സ്വാദിഖ് അലി തങ്ങൾ EK വിഭാഗത്തിന് പ്രതിരോധിക്കാനാകുന്നില്ല. നിങ്ങളുടെ സിറാജിൽ വന്ന റിപ്പോർട്ടാണ്. അപ്പോ മറ്റുള്ളവരെ കാര്യം നോക്കുക, അല്ലെങ്കിലും വലിയ ഉഷാറാണല്ലോ. എന്തൊക്കെ സംഭവങ്ങൾ അതിന്റെ പേരിൽ പോകട്ടെ. മഹാനരായ ശംസുൽ ഉലമയുടെ പേരിൽ ഇത് വിശദമായി പറയാണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആ മർക്കസിന്റെ സമീപത്ത് വെച്ച് തന്നെ പറയാൻ പോവാ. ഇന്നതിലേക്കുള്ള സൂചനയാണ്. നിങ്ങളുടെ 89 കാലങ്ങളിലെ പ്രസംഗം എടുത്തു നോക്കിയാൽ ശംസുൽ ഉലമയുടെ പ്രവർത്തനത്തിൽ വന്ന പഴവായി നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന കാര്യം തന്നെ എന്താ? ശംസുൽ ഉലമ ബിദ്അത്തുകാരെ കൂടെ വേദി പങ്കിട്ടു തുടങ്ങിയ ആരോപണങ്ങളല്ലേ? ശംസുൽ ഉലമ തന്നെയാണ് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. നദ്വി സാഹിബ് ഖാലിസായ ഹനഫി മദ്ഹബുകാരനും സുന്നിയുമാണ് എന്നാണ് എന്റെ വിശ്വാസം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മൂപ്പര്. അതൊക്കെ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് നിങ്ങൾ ശംസുൽ ഉലമക്കെതിരെ പറഞ്ഞ ആരോപണം ഇന്ന് നിങ്ങൾക്ക് തിരിച്ചടിയായി. എന്താണ്ടായത്? കഴിഞ്ഞ ആഴ്ചയിലെ പുതിയ സംഭവം, പഴയത് ഒരുപാടുണ്ട്. തൊൽഹ ഖാസിമി എന്ന വലിയ തബ്ലീഗുകാരൻ വന്നത്, നോളേജ് സിറ്റിയിൽ വന്നത്, ഹക്കീം അസ്ഹരി പോയി ഉദ്ഘാടനം ചെയ്തത്, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും ഈ ഏറ്റവും പുതിയ ചിത്രം ഒന്ന് കാണിച്ചു കൊടുക്ക്. എന്താ നടന്നത് കണ്ടോ? ഏറ്റവും പുതിയ ചിത്രം. ഇതിലെന്താ പറയുന്നത്? എന്താ കാണുന്നത്? കണ്ടങ്ങള് AP ഉസ്താദിനെ സന്ദർശിക്കാനെത്തിയത് തബ്ലീഗ് ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, തബ്ലീഗ് ജമാഅത്തുകാര് തന്നെയാണ്. ഇത് അവര് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. തബ്ലീഗ് ജമാഅത്തിന്റെ സംസ്ഥാന ശൂറ അംഗവും ജമിയത്തുൽ ഉലമ ഹിന്ദ് സംസ്ഥാന പ്രസിഡന്റുമായ മൗലാന ഇബ്രാഹിം ബിൻ ഉവൈസ് കൗസരി, ജനറൽ സെക്രട്ടറി മൗലാന സൽമാൻ സേട്ട്, ഇങ്ങനെ മൗലാന അബ്ദുറഹ്മാൻ അജ്മൽ തുടങ്ങിയ തബ്ലീഗ് നേതാക്കൾ ഉസ്താദിനെ ആദരിക്കുന്നു, ഉസ്താദിന് സമർപ്പിക്കുന്നു. എങ്ങനെ പറ്റും നിങ്ങൾക്കിത്? തബ്ലീഗ് ജമാഅത്ത് എന്ന ആ പ്രസ്ഥാനത്തെ അങ്ങേയറ്റം വിമർശിച്ച് അവർ പടച്ചവരാണെന്ന് പ്രഖ്യാപിക്കുക മാത്രല്ല, നിങ്ങളുടെ സമസ്തയുടെ പ്രമേയം തന്നെ എന്താ? ഇത്തരം ബിദ്അത്തുകാരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, അവരോട് കൂടി പെരുമാറാൻ പാടില്ല എന്ന് പാസാക്കിയവരല്ലേ നിങ്ങൾ? എന്തുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയുക? ഒന്നും പറയാൻ പറ്റാത്ത
അവസ്ഥയിൽ നിങ്ങളായി എന്നതാണ് ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ അപകടം. ചുരുക്കി പറഞ്ഞാൽ ഒരവശനായ പിതാവിന്റെ സ്ഥാനത്താണ് നിങ്ങളുടെ സംഘടന എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. ഒന്നും നിങ്ങൾക്ക് പേരോടൊന്ന് ഇടപെട്ടോട്ടെ. ലക്ഷക്കണക്കായ സ്നേഹിക്കുന്ന ശിഷ്യന്മാരും അനുയായികളും ശൈഖുനയോട് പറയുന്നു, അവിടുത്തേക്കൊന്നും സംഭവിക്കൂല. അതിലേക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ ഒരു നമീമത്തുകാരനും ഉപജാപക സംഘവും കയറി വരാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. അവിടുത്തേക്ക് വേണ്ട മുതലക്കുളത്ത് വെച്ച് പറഞ്ഞതാണ്, ഉസ്താദ് അവറുകളെ നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഇവിടെ SSF ഉണ്ട്, നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഇവിടെ SYS ഉണ്ട്, നിങ്ങൾക്ക് സംരക്ഷണം ഞങ്ങളുണ്ട്. ഉസ്താദേ നിങ്ങൾക്കൊന്നും പറ്റുകയില്ല. ഈ പറ്റാൻ വല്ലതും ബാക്കിയുണ്ടോ നിങ്ങളെ കുരുത്തക്കേട് എന്നല്ലാതെ? തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കളെ വരെ അവിടെ എത്തിച്ചു കൊടുക്കാണ്. ഈ മകൻ, ഞാൻ പറഞ്ഞില്ലേ, ഈ നൂറ്റാണ്ടിന്റെ ശാപം, ഓന്റെ ലക്ഷ്യം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. കുറെ കാലമായി ഇങ്ങനെ ഉള്ളിലിങ്ങനെ കൊണ്ടെടുക്കുക. അപ്പൊ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോ മുജാഹിദ് വേണ്ടി വരും, ജമാഅത്ത് വേണ്ടി വരും, എല്ലാ തബ്ലീഗ് വേണ്ടി വരും. അതിനാണ് എല്ലാരും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച്. വെറും കാഴ്ചയല്ലത്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസിന്റെ കരാറിൽ ഒപ്പിട്ട് ആ രൂപത്തിലുള്ള കൂടിക്കാഴ്ചയാണ് നടത്തുന്നത്. ഇതാ ഞങ്ങൾ നിങ്ങളെന്ത് സമസ്തയായി പറയുന്നത്? നിങ്ങളെന്ത് EK ഉസ്താദിനെതിരെ പറയും? നിങ്ങൾക്ക് എന്താണ് അവകാശമുള്ളത്? നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഈ വിഷയത്തിലുള്ളത്? ശംസുൽ ഉലമക്ക് ശരീഅത്ത് പോരാ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന നിങ്ങളുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞേക്കാം, ഞങ്ങൾ ഇവിടെ നിറവേറ്റുന്ന ബാധ്യത മശായിഖ് ഞങ്ങളെ ഏൽപ്പിച്ച ബാധ്യതയാണ്. അത് ശംസുൽ ഉലമ ഇവിടെ കൊണ്ടുവന്ന ഈ വഴിയെ ഹയാത്താക്കലാണ്. അത് ഞങ്ങൾ ആ ദൗത്യം നേരിട്ട് മശായിഖിൽ നിന്ന് കേട്ടത് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും. അത് മാറ്റിയെടുക്കാനോ വിഷയം മാറ്റാനോ ഇതൊന്നും തൽക്കാലം നിങ്ങളെ കൊണ്ട് കഴിയില്ല. അല്ലെങ്കിൽ സൂഫിയാക്കളെ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ ആള് കൂടിയത് കൊണ്ടോ സംഘങ്ങൾ ഉണ്ടായത് കൊണ്ടോ ഒന്നും നടക്കൂല. സൂഫിയാക്കളെ വഴി എന്ന് പറഞ്ഞാൽ അള്ളയുമായി ബന്ധപ്പെട്ട ഒരു ഹദറത്ത് വേണം. ഞാനും എന്റെ സ്വഹാബത്തും തുടരുന്ന മാർഗം, ആ മാർഗത്തിൽ അനയാകുന്ന നേതൃത്വം വേണം. അതാണ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞത്. വസീലത്തുനാ, ശംസുൽ ഉലമയുടെ വാക്ക്, ഞങ്ങളുടെ വസീല. ആ വസീലയാണ് ബഹുമാനപ്പെട്ട എന്റെ ശൈഖ് എന്ന് ശംസുൽ ഉലമ പറഞ്ഞില്ലേ? ഈ വസീല ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെന്ത് സുന്നി? ഞങ്ങളുടെ ശരീഅത്തും ഞങ്ങളുടെ ത്വരീഖത്തും ഞങ്ങളുടെ ഹഖീഖത്തും എല്ലാം ശംസുൽ ഉലമയുടെ വഴിയാണ്. കാരണം ശംസുൽ ഉലമ പറഞ്ഞ വാക്ക് വസീലത്തുനാ, ആ വാക്ക് ഞങ്ങൾക്ക് പറയാനുണ്ട്. അതാണ് ഞങ്ങളുടെ മശായിഖുമാർ. ആ മശായിഖുമാർ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശംസുൽ ഉലമയുടെ വഴി, ഞങ്ങൾ ആ വഴിയിൽ മുന്നോട്ട് പോകുമ്പോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുമെന്ന് ഒരിക്കലും നിങ്ങൾ കരുതണ്ട.